നമസ്കാരം. ഈ ജൂൺ 25 നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നേട്ടത്തിലേക്ക് നാം കാലെടുത്തു വെച്ചു. 41 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ഇന്ത്യക്കാരൻ കൂടി ബഹിരാകാശത്തേക്ക് പുറപ്പെട്ടു. 140 കോടി ജനങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പേരിലാണ് അദ്ദേഹം ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നത്. ഈ ഒരു യാത്ര നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചരിത്ര നേട്ടം തന്നെയാണ്. ജൂലൈ 14 അദ്ദേഹം തിരിച്ചെത്തുമ്പോൾ രാജ്യത്തിൻ്റെ ദീർഘകാല സ്വപ്നമായിരുന്ന സ്വന്തമായ ഒരു ബഹിരാകാശ പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോകുന്നതിൻ്റെ ആവേശത്തിലാണ് രാജ്യം. 1984 രാകേഷ് ശർമ്മ സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെയാണ് ബഹിരാകാശത്തെത്തിയത്. അരനൂറ്റാണ്ടിനോടടുക്കുമ്പോൾ ലോകത്തെ വലിയ ബഹിരാകാശ ശക്തികളിലൊന്നായി മാറാൻ സാധിക്കുന്നുവെന്ന, എല്ലാ അർത്ഥത്തിലും സാധിക്കുന്നുവെന്ന കരുത്ത് നൽകുന്ന ആധികാരികമായൊരു നേട്ടമാണ് ശുഭാംശുവിലൂടെ, ആക്സിയോൺ 4 ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത്. ബഹിരാകാശത്ത് നിന്ന് ശുഭാംശു പറഞ്ഞ വാക്കുകൾ ഓരോ ഇന്ത്യക്കാരനെയും ത്രസിപ്പിക്കുന്നതാണ്. 140 കോടി ജനങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് എൻ്റെ ചുമരിലെ ത്രിവർണ്ണ പതാക. ഏറ്റവും മികച്ച സ്ഥാനത്ത് നിന്ന് ഭൂമിയെ നോക്കിക്കാണാൻ എന്നെ പ്രാപ്തനാക്കിയ എൻ്റെ രാജ്യത്തിനും ജനങ്ങൾക്കും നന്ദി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഒരു നേട്ടം ഇന്ത്യയുടെ വിവരവിനിമയ സാങ്കേതിക രംഗങ്ങളുടെ കുതിച്ചുചാട്ടത്തിന് കാരണമാക്കും. എന്നാൽ ആത്യന്തികമായി പറയുമ്പോൾ ഇത് ശുഭാംശുവിൻ്റെയോ ഇന്ത്യയുടെയോ നേട്ടമല്ല, മാനവ സമൂഹത്തിൻ്റെ തന്നെ നേട്ടമാണ്. സഹോദരൻ അയ്യപ്പൻ പാടിയതുപോലെ, കോടി സൂര്യൻ ഉദിച്ചാലും തുരന്നിടാത്തൊരു കൂരിരുൾ തുരന്നു സത്യം കാണിക്കും സയൻസിന് തുഴഞ്ഞു ഞാൻ. അതെ, ഇനിയും അനാവരണം ചെയ്യപ്പെടാനുള്ള പല പ്രപഞ്ച സത്യങ്ങളെയും പുറത്തു കൊണ്ടുവരാൻ സയൻസിന് മാത്രമേ സാധിക്കൂ എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഇന്ത്യയുടെ ഈ ഒരു പുതിയ നേട്ടം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.